നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോൺസ്റ്റാന്റിൻ ചെർണിഷോവും ആൻഡ്രേ ലെസ്യാക്കും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1969-ലാണ്. ഈ ഗെയിമിൽ ചെർണിഷോവ് വൈറ്റ് സൈഡും ലെസ്യാക്ക് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് B4 മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പോളിഷ് ഓപ്പണിംഗ് ആണ്. അതിനെതിരെ ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്ലിംഗിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് E3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും കിങ്സിലേക്ക് കാസ്ലിംഗ് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗിന് ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് വളരെ വേഗം ബിഷപ്പിനെ ആ ഡയഗണിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B6 മൂവ് ചെയ്തുകൊണ്ട് B7 സ്ക്വയർ ഫ്രീ ആക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നില്ല. ഇവിടെ വൈറ്റിന്റെ രണ്ട് ബിഷപ്പുകൾക്കും ബ്ലാക്കിന്റെ കിങ്സിലേക്ക് വളരെ നല്ലൊരു കൺട്രോൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്കിന്റെ കിങ്സിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് G4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് ഇവിടെ വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിനെ ഇട്ടുന്നില്ല. പകരം ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് G5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ് വെച്ച് പോണിനോട്ടതെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ വൈറ്റിന് പോണ് വെച്ച് പോണിനിട്ടുകൊണ്ട് ഈ G5 ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിട്ടെടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ G5 മൂവ് ചെയ്തുകൊണ്ട് ഈ വൈറ്റിന്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാനാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. എന്നാൽ അങ്ങനെ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ വൈറ്റ് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാണ്. നൈറ്റ് വെച്ച് G5 പോണിട്ട് എടുത്തുകൊണ്ട് ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ ബ്ലാക്ക് കിട്ടിയ അവസരത്തിൽ ആ റൂക്കിനിട്ടെടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനിട്ടെടുക്കുന്നു. ഇതോടെ അടുത്ത രണ്ട് മൂവുകൾക്കുള്ളിൽ ബ്ലാക്കിന് തോൽവി സമ്മതിക്കേണ്ടി വരികയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ബ്ലാക്കിൻ്റെ ഈ നൈറ്റാണ്. ആ നൈറ്റിന് ഈ പ്രധാനപ്പെട്ട രണ്ട് സ്ക്വയറിലേക്ക് ഇപ്പോൾ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ആദ്യം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ ബിഷപ്പിനെ എങ്ങനെ വെട്ടിയെടുത്താലും പ്രശ്നമില്ല. കാരണം വൈറ്റിന് H7 സ്ക്വയറിലേക്ക് നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വീനിനെ കൂടെ ഇനി H5ലേക്ക് കൊണ്ടുവന്ന ശേഷം വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിലും ക്വീനിനെ H5ലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവിലുള്ള സ്പേസ് കിട്ടുന്നതിനായിട്ട് റൂക്കിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടും കാര്യമില്ല. കാരണം ഈ സ്ക്വയറിലേക്ക് ബിഷപ്പിനും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ബിഷപ്പ് വെച്ച് ചെക്ക് വരും. ഇപ്പോൾ കിങ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. കിങ് ഇങ്ങോട്ടേക്ക് മാറിയാലും നൈറ്റ് വെച്ച് F7 പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് വിടുന്നതിന് പകരം പോൺ വെച്ച് വിട്ടാലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം ക്വീൻ H5ലേക്ക് വരും. പിന്നെ എന്തിൻ്റെ മൂവ് ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ റൂക്കിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാലും ആദ്യം ക്വീൻ വെച്ച് F7 പോണിട്ടിക്കൊണ്ട് ചെക്ക് വരും. അപ്പോൾ H8ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ചോ ബിഷപ്പ് വെച്ചോ ബിഷപ്പിനോട് എടുക്കുന്നില്ല. പകരം ഈ H5 സ്ക്വയറിലേക്ക് വൈറ്റിൻ്റെ ക്വീൻ വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G6 മൂവ് ചെയ്തുകൊണ്ട് H5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് തടയാൻ ശ്രമിച്ച അതേ മൂവ് തന്നെയാണ് വൈറ്റ് അടുത്തായിട്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് ക്വീനിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിൻ്റെയും ബിഷപ്പിൻ്റെയും സഹായത്തോടെ H7 H8 ക്വീനെ കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ H7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഇവിടെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടിയാലും ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ എങ്ങനെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് ക്വീനെ H5ലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.